മിയ പെട്ടെന്ന് ഫിഷ് ടാങ്കിൽ കിടന്ന മീനിനെ പിടിച്ച് തിന്നുന്നു. എന്നാൽ പച്ചമീൻ വയറ്റി പിടിക്കാതെ ഉടനെ അവളത് വൊമിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബാത്ത് ടബിൽ പോയി കുളിക്കുന്നു. എന്നാൽ അവൾ ആ വെള്ളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുങ്ങിക്കിടക്കുന്നു. എന്നിട്ട് കാലിൽ സോപ്പിടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവളുടെ കാൽവിരലുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു. ഇതെന്താ സംഭവം എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ അമ്മ വന്ന് ഫിഷ് ടാങ്കിൽ കിടന്ന മീനെല്ലാം എവിടെയെന്ന് ചോദിക്കുന്നു. അതിനവൾക്ക് മറുപടിയില്ലാതെ മീനിനെ എല്ലാം ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തെന്ന് കള്ളം പറയുന്നു. ഇത് കേട്ട അമ്മ അവളെ അടിക്കുന്നു. എന്നിട്ട് അവൾ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറോട് അവളുടെ കാല് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാര്യം പറയുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലാണ്, ചിലർക്ക് ഇത് ജനിക്കുമ്പോഴേ ഇങ്ങനെ വരും. അപ്പൊ മിയ പറഞ്ഞു എനിക്കിത് 2 ദിവസം മുമ്പാണ് വന്നത്. അത് കേട്ട് ഡോക്ടർ തന്നെ ഞെട്ടി. അങ്ങനെ ദിവസം പോകുന്നതും അവളുടെ വയറിന്റെ സൈഡിൽ മീനിനെ പോലെ ചെകിളകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടിൽ മയങ്ങി വീഴുന്നു. എന്നിട്ട് എണീറ്റ് നോക്കിയപ്പോൾ അവളുടെ കാല് മീനിന്റെ വാല് പോലെ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ അവൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു മത്സ്യകന്യകയായിട്ട് മ്യൂട്ടേറ്റ് ആവുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവൾക്ക് ശ്വസിക്കാൻ പറ്റാതെ ബാത്ത് ടബിൽ വെള്ളം നിറച്ച് അതിൽ പോയി കിടക്കുന്നു. അതിനുശേഷം അവളുടെ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി അവൾ മിയയെ കടലിൽ കൊണ്ടുപോയി വിടുന്നു. അവളും അങ്ങനെ നീന്തി പോകുന്നു.